ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാഞ്ഞാലി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ബിരിയാണികളുള്ള ഒരു സ്ഥലമാണ് മാഞ്ഞാലി. വളരെ പേരുകേട്ട സ്ഥലമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഞാനിത് പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റെസിപ്പി കിട്ടിയതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഈദൊക്കെ അടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് 750 ഗ്രാം അളവിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. മാക്സിമം ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ആ ചിക്കനിലേക്ക് മാരിനേഷൻ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, ഹോളായിട്ടുള്ള കുരുമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം. ഇനി നിങ്ങളുടെ കയ്യിൽ സാജീരകം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 5 ഏലക്കായ, ഒരു 5 ഗ്രാമ്പു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്മെഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന നട്ട്മെഗ് പൗഡറാണിത്. ഇതൊരു 1/4 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജാതിക്ക പൊടി ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ അതങ്ങ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുമ്പോഴത്തേക്കും എനിക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ബിരിയാണി മസാല കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഗരം മസാല യൂസ് ചെയ്താലും മതി. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കിയാൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത റൈസ് വേറെയും അതുപോലെ ചിക്കൻ മസാല വേറെ ആയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. സെർവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 വലിയ സവാള നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണ്. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 പച്ചമുളക് നമ്മളൊന്ന് നെടുവെ കീറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബാക്കി ഒരെണ്ണവും ഒരു തുടം വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി വെച്ചതാണ് ഇത്. ഇതിലേക്ക് വേണ്ടി 2 പഴുത്ത തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കാൻ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് നെടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇത് 3 വലിയ സവാളയാണ്, നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മസാലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് അതുപോലെ ഗ്രീൻ ചില്ലി പേസ്റ്റ്. അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നല്ല പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറിവേപ്പില. അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ ഈ ഒരു ഗ്രേവി മിക്സായി വരണം. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നല്ലോണം അതങ്ങ് മിക്സായി നല്ല വെന്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ പകുതി ഫ്രൈ ആക്കിയിട്ടൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത്. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ആക്കിയിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ഒരുപാട് നേരമൊന്നും വെക്കില്ല. ഒരു 2 മിനിറ്റ് ചിക്കനും ഈ ഒരു മസാല ഗ്രേവിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വേവണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ദമ്മിടുവോ അങ്ങനെയൊന്നും ഇതിൽ ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഈ മസാല എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗ്രേവി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് അളവിൽ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാഞ്ഞാലി ബിരിയാണി ഈ അരിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ബസ്മതി അരിയിൽ ഇത് ചെയ്യാറില്ല. ഇതുപോലെയുള്ള ചെറിയ അരി കൈമ അരി അല്ലെങ്കിൽ ജീരകശാല കൈമ അരിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയിലേക്കുള്ള സ്പൈസസ് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, അതുപോലെ ഒരു 5-6 ഗ്രാമ്പു മാത്രമാണ് ചേർക്കുന്നത്. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. സവാള നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ക്യാരറ്റും കൂടിയിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് സ്പൈസസ് ഒന്നും ആവശ്യമില്ല ഈ ഒരു റൈസ് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. അതുപോലെ തന്നെ റൈസ് നമ്മൾ സെപ്പറേറ്റ് ആയതുകൊണ്ടും കറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും ഈ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മിനിമം ഒരു 7 മിനിറ്റൊക്കെയാണ് എടുക്കുക കേട്ടോ. മിക്കവാറും അതങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ എന്താ ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം അരി ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നാരങ്ങനീരൊന്നും ഒഴിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ഈ ഒരു അരിയുടെ ചോറ് നല്ലപോലെ വിട്ട് തന്നെയാണ് കിടക്കുക. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ കാഷ്യൂം കിസ്മിസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ കിട്ടും കേട്ടോ ചോറ്. ഒന്നിലൊന്നിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ചോറ് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒഴിക്കേണ്ട, ഇടയ്ക്ക് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് റെഡിയായി വരുമ്പോൾ ഇടയ്ക്ക് മാത്രം ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും ചോറ് നന്നായിട്ട് ആ ഒരു നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റൈസ് ഇവിടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ബിരിയാണി അവിടെ സെർവ് ചെയ്യുന്നത്. മാഞ്ഞാലി ബിരിയാണി പൊതുവേ റൈസ് സെപ്പറേറ്റും അതുപോലെ ഗ്രേവി സെപ്പറേറ്റും ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേവി ആദ്യം ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിലേക്ക് ആ ഒരു മസാലയും ചിക്കനും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം മുന്നേ ചെയ്ത് വെച്ചിട്ട് ആ സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി കഴിച്ചിട്ടുള്ളവരുണ്ടാവും, അവിടെ ഉള്ളവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു നല്ല റെസിപ്പി കിട്ടിയതാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ മാഞ്ഞാലി ബിരിയാണി തന്നെ വെക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടും അതിൽ നിന്നൊക്കെ കുറേ എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പെരുന്നാളിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ്. അതുപോലെ നല്ല ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. നമ്മുടെ നാട്ടിലപ്പോൾ ഒരുപാട് വെറൈറ്റി ബിരിയാണി ഉണ്ട്. അപ്പോൾ ഒരു ദം ബിരിയാണിയോളം തന്നെ ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.